പരിപ്പും പടവലങ്ങയും കൂടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാണത്. ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കലത്തിലേക്ക് പരിപ്പ് കഴുകിയതും കുറച്ച് വെള്ളവും തക്കാളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടുങ്ങാനിട്ട് ഇതിവിടെ നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കാം. നമ്മുടെ കടലപ്പരിപ്പ് പോലുള്ള പരിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് വേവണ പരിപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേനും പടവലങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പരിപ്പും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല, പടവലങ്ങ വേവുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. ഇനി പടവലങ്ങയും കൂടെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പുണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് ചെറിയുള്ളിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം സവാളയോ പച്ചമുളക് പിന്നെ ചെറിയ ജീരകം ഇത്ര ഇട്ടുങ്ങാനിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പടവലങ്ങയും ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നേരെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം നിർബന്ധം, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. എന്തായാലും കുറവുണ്ടാകും, കാരണം നമ്മളിപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തല്ലേ. അപ്പം എന്തായാലും ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നേരെ അതിലേക്ക് താളിച്ചു വയ്ക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ.